ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹമാണ് പരക്കുന്നത്. കഴിഞ്ഞ ദിവസം ബെയ്റൂത്തിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ബോംബിട്ട് തകർത്തതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. UN-ൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരം ബോംബിട്ട് തകർത്തത്. ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടിട്ടുണ്ടാവാമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇക്കാര്യം ഹിസ്ബുള്ള നിഷേധിച്ചിട്ടുണ്ട്. ശ്രദ്ധയോടെയാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഇറാൻ അന്വേഷണം നടത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരത്തിൽ ബോംബാക്രമണം നടത്തിയതിന് പിന്നാലെ നെതന്യാഹു US യാത്ര വെട്ടിച്ചുരുക്കി ഇസ്രായേലിലേക്ക് മടങ്ങി. ആരാണ് ഹസൻ നസ്രല്ല? ഹിസ്ബുള്ളയെ നിലവിൽ നിയന്ത്രിക്കുന്നത് സയ്യിദ് ഹസൻ നസ്രല്ലയാണ്. ബെയ്റൂത്തിലെ ഒരു ഷിയ കുടുംബത്തിൽ 1960-ലാണ് ഇദ്ദേഹം ജനിച്ചത്. പിന്നീട് ദക്ഷിണ ലെബനനിലേക്ക് എത്തി. മതപഠനത്തിന് ശേഷം നസ്രല്ല ഷിയ രാഷ്ട്രീയ അർദ്ധസൈനിക സംഘടനയായ അമൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. പിന്നീടാണ് ഹിസ്ബുള്ളയുടെ സ്ഥാപകരിൽ ഒരാളായി മാറിയത്. ഇദ്ദേഹത്തിൻ്റെ മുൻഗാമി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ 1992-ൽ ഹിസ്ബുള്ളയുടെ തലവനായി. നസ്രല്ല പ്രായോഗിക മതിയായ ഒരു നേതാവായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം പലപ്പോഴും തയ്യാറാകാറുണ്ട്. ഇസ്രായേൽ വധിക്കുമെന്ന് ഭയന്ന് ഇദ്ദേഹം വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു. അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു. അറബ് ലോകത്തെ ഏറ്റവും ശക്തമായ അർദ്ധസൈനിക വിഭാഗമാണ് ഹിസ്ബുള്ള. ശക്തമായ സംഘടനാ അടിത്തറയും മെച്ചപ്പെട്ട ആയുധ ശേഖരവും അവർക്കുണ്ട്. 100,000-ഓളം സൈനികരും അവരുടെ സൈനിക ശേഷിയെ കരുത്തുറ്റതാക്കുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലും അവർ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബഷർ അസാദിനെ അധികാരത്തിൽ തുടരാൻ സഹായിച്ചത് ഹിസ്ബുള്ളയുടെ ഇടപെടലാണ്. ഇറാൻ പിന്തുണയുള്ള സിറിയയിലെയും ഇറാഖിലെയും പോരാളികളെയും യമനിലെ ഹൂതികളെയും പരിശീലിപ്പിക്കുന്നതിനും നിർണായക പങ്കാണ് ഹിസ്ബുള്ളയ്ക്കുള്ളത്. 1,50,000-ഓളം റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ നിഗമനം. ഗൈഡഡ് മിസൈലുകളും ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്തെയും ആക്രമിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ആയുധങ്ങളും അടക്കമുള്ളവ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം. ഏറ്റവും ഒടുവിൽ ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ ഏറ്റവും പുതിയ ആയുധങ്ങളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചത്. അതിനിടെ ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സ്രോറിനെ വധിക്കുന്നതിനായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബെയ്റൂത്തിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റ് തലവനായിരുന്ന സ്രോറിനെ ഇസ്രായേൽ വധിച്ചത്. കെട്ടിട സമുച്ചയത്തിന് നേരെ ആക്രമണം നടത്തുന്നതിൻ്റെയും പലതവണ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ദൃശ്യങ്ങളുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ല. 1996-ൽ ഹിസ്ബുള്ളയുടെ ഭാഗമായ സ്രോർ വളരെ വേഗം സായുധ സംഘത്തിൻ്റെ നേതൃനിരയിലേക്കും ആക്രമണങ്ങളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതിലേക്കും ഉയർന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ അടക്കമുള്ള പല നീക്കങ്ങൾക്കും സ്രോർ ചുക്കാൻ പിടിച്ചിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആളില്ലാ വിമാനങ്ങൾ ഒരുക്കുന്നതിലടക്കം സ്രോർ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. തെക്കൻ ലെബനനിലും ബെയ്റൂത്തിലും ജനവാസ മേഖലകളിലടക്കം ഡ്രോണുകൾ അടക്കമുള്ളവയുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പിന്നിലും സ്രോർ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് വിവരം.